ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് നട്ട മാവാണിത്. കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമില്ലാതെ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് നാം സ്വപ്നം കാണേണ്ടത്. നമസ്കാരം. രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ പയ്യന്നൂര് ഗാന്ധി നട്ട മാവിന്റെ ചുവട്ടിലാണ് ഉള്ളത്. നമ്മൾ കാണുന്നില്ലേ, ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് നട്ട മാവാണിത്. ഇതിനെ ഗാന്ധി മാവ് എന്നാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പ്രമുഖ പല ആൾക്കാരും, പല രാഷ്ട്രീയ നേതാക്കള്, മതനേതാക്കള്, സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആൾക്കാർ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം, ഈ 79 സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ലോകമെമ്പാടും ഗാന്ധിയൻ ദർശനങ്ങളെ ബലി കഴിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും യുദ്ധങ്ങളും നിലവിളികളും മയക്കുമരുന്നുകളും ഒക്കെ തന്നെ മയക്കുമരുന്നിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ലോകത്ത് ഗാന്ധിയൻ ദർശനങ്ങളെ മറികടന്നുകൊണ്ട് ലോകത്ത് സമാധാനമില്ല, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ യുദ്ധമൊക്കെ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ കൂടി തന്നെ ഇന്ത്യയിൽ ജാതീയത ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇപ്പോഴും അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ഇന്ത്യ എന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ തുടർന്നും ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ത്യ ആര് ഭരിച്ചാലും നാനാത്വത്തിൽ ഏകത്വം എന്ന ആ തത്വം മുറുകെ പിടിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ സൂര്യൻ അസ്തമിക്കാത്ത ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയും അബ്ദുൽ കലാം ആസാദും ഭഗത് സിംഗും ഒക്കെ തന്നെ നമുക്ക് മാതൃകയാണ്. പക്ഷെ ഇവർ കാട്ടിയ വഴിയിലൂടെയാണോ സ്വതന്ത്ര ഇന്ത്യ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് പുനർചിന്തനം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മളെല്ലാം ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ലോക രാജ്യങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നമുക്ക് പറയാനുള്ളത്. കൂടാതെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇതിൽ ജാതിഭേദമന്യേ എല്ലാ വർഗത്തിൽപ്പെട്ട ജനങ്ങളും ഒത്തൊരുമയോടുകൂടി, പണ്ട് ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു തത്വത്തിൽ അടിസ്ഥാനമാക്കിയാണ് അന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ തമ്മിലടിപ്പിച്ചെങ്കിൽ ഇന്നും ചില ഛിദ്രശക്തികൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ചില പ്രവണതകൾ, ആശയങ്ങൾ നമ്മളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി എതിർത്തുകൊണ്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയെ കൂടുതൽ ശക്തി വരാനും ലോക വൻ ശക്തിയായി നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ ഇന്ത്യക്കാർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഈ സ്വാതന്ത്ര്യദിന വേളയിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി, തോളോട് തോളുരുമി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് നാം സ്വപ്നം കാണേണ്ടത്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ.